നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഗോകുൽ ദേവ്. ഞാനിവിടെ ട്രാവൻകൂർ മെഡിസിറ്റി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക് സർജൻ ആൻഡ് പെൽവിക് അസ്റ്റാബ്ലം ആൻഡ് ഹിപ്പ് സ്പെഷ്യലിസ്റ്റാണ്. ഹിപ്പ് എന്ന് പറഞ്ഞ ഇടുപ്പിൻ്റെ പല രോഗാവസ്ഥകളുണ്ട്. അതിനകത്ത് ഹിപ്പിൻ്റെ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ചില സർജറീസാണ് ഹിപ്പ് ആർത്രോസ്കോപ്പി, ഇടുപ്പ് ജോയിൻറ്റിൻ്റെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കൂടാതെ ഹിപ്പിൻ്റെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന പലതരം രോഗാവസ്ഥകൾ. ഫോർ എക്സാമ്പിൾ, ഹിപ്പിൻ്റെ രക്തയോട്ടത്തിനെ അഫക്റ്റ് ചെയ്യുന്ന വാസ്കുലർ നെക്രോസിസ് ഓഫ് ഹിപ്പ്, കൂടാതെ ഇടുപ്പ് ജോയിൻറ്റിന് ഫ്രാക്ചേഴ്സ് ഉണ്ടാകുന്നത് ട്രൊക്കാൻഡർ ഫ്രാക്ചേഴ്സ്, ഇടുപ്പ് കുഴയുടെ പൊട്ടലുകൾ, ഇടുപ്പിൻ്റെ ചിരട്ട ഭാഗമുണ്ട് അസെറ്റാബുലം എന്ന് പറയും, അതിനും ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സ്, അതിൻ്റെയൊക്കെ സർജറീസാണ് മെയിൻലി ഹിപ്പ് ഓർത്തോപെഡിക് സർജൻസിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പലതരം ഇതുണ്ടാകാം. ദാറ്റ് ഈസ് ഹിപ്പിൻ്റെ ഫ്രാക്ചേഴ്സ് അല്ലാതെ തന്നെ ഹിപ്പിനകത്ത് ജോയിൻറ്റിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ദാറ്റ് ഈസ് ചിലവർക്ക് ജന്മനാ തന്നെ ജോയിൻറ്റിനകത്ത് അവരുടെ കറക്കത്തിന് ചെറിയ കുറവുണ്ടാവുകയും അതിന് കൂടുതൽ എല്ല് വളർച്ച ചുറ്റും വരികയും അത് ഇടുപ്പ് ജോയിൻറ്റ് തറയിലിരിക്കാനോ ക്രോസ് ലെഗ്ഡ് ഇരിക്കാനോ ഒക്കെ ഡിഫിക്കൽറ്റി ഉണ്ടാവുകയും ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും അവർക്ക് തിരിച്ച് പഴയ രീതിയിൽ അവർക്ക് ഇരിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും. അതിന് ഫിമറോ അസ്റ്റാബുലർ ഇംപിഞ്ച്മെൻ്റ് എന്നും പറയാം. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏവിയൻ അല്ലെങ്കിൽ രക്തയോട്ടത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നതാണ് ഇടുപ്പ് ജോയിൻറ്റിൽ. ഇടുപ്പ് ജോയിൻറ്റിൽ രക്തയോട്ടത്തിൻ്റെ വ്യത്യാസം നമ്മുടെ സദേൺ പാർട്ട് ഓഫ് കേരളയിൽ കുറച്ച് കുറവാണ് കാണുന്നത്. പൊതുവേ അത് പല രോഗാവസ്ഥയിൽ നിന്നുണ്ടാകുന്നതാണ്. അതിനകത്ത് മൾട്ടി ഫാക്ടോറിയലാണ്. രക്തയോട്ടക്കുറവ് ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഏറ്റവും വലുത് ഒന്ന് ആൽക്കഹോളാണ്. ആൽക്കഹോൾ ഈവൻ ദോ കേരളയിൽ വളരെ കൂടുതലാണെങ്കിലും, പക്ഷേ നമ്മുടെ സ്റ്റേറ്റിൽ പൊതുവേ വാസ്കുലർ നെക്രോസിസ് സദേൺ പാർട്ട് ഓഫ് കേരളയിൽ വളരെ കുറവാണ്, നോർത്തേൺ പാർട്ട് ഓഫ് കേരളയിൽ വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന രക്തയോട്ടക്കുറവ് ഇടുപ്പിൻ്റെ കുഴയുടെ ഷേപ്പ് തന്നെ ചേഞ്ച് ചെയ്യുകയും അത് ഭാവിയിൽ ഇടുപ്പ് കുഴയിൽ തേയ്മാനം ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇടുപ്പ് കുഴയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന അവസ്ഥയിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഇടുപ്പ് ജോയിൻറ്റിനെ സേവ് ചെയ്യാൻ പറ്റുന്ന പലതരം മാർഗ്ഗങ്ങളുണ്ട്. അതിനകത്ത് വരുന്ന മാർഗ്ഗങ്ങളാണ് ഇടുപ്പ് ജോയിൻറ്റിനെ ഡീകംപ്രസ് ചെയ്യുക, അതിൻ്റെ ജോയിൻറ്റിൻ്റെ ഉൾവശത്തിൽ നമുക്ക് പ്രത്യേകതരം ഇഞ്ചക്ഷനുകൾ ലൈക്ക് ബോൺ മാരോ ആസ്പിറേറ്റ് BMAC എന്ന് പറയുന്ന കോൺസെൻട്രേറ്റ് ഇഞ്ചെക്റ്റ് ചെയ്യുക. അങ്ങനെ ഇടുപ്പ് ജോയിൻറ്റിനെ സേവ് ചെയ്യാൻ, ദാറ്റ് ഈസ് അതിനെ ഇടുപ്പ് ജോയിൻ്റ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ അതിനെ സേവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് മുമ്പേ തന്നെ അത് ഉരുണ്ട ഭാഗമായിട്ട് തന്നെ ഇരിക്കാനുള്ള പല മാർഗ്ഗങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. അതിനകത്താണ് കോർ ഡീകംപ്രഷനും BMAC പോലത്തെ ഇഞ്ചക്ഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അതിനും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെയധികം മോശമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് അതിനെ തിരിച്ച് ഒരു ലെവൽ വരെ കൊണ്ടെത്തിക്കാൻ പറ്റാറുമുണ്ട്. വളരെ മോശമായി ജോയിൻറ്റ് വളരെയധികം തേഞ്ഞു പോയ ജോയിൻറ്റുകൾക്ക് നമുക്ക് പിന്നീട് ഇടുപ്പ് മാറ്റിവെക്കൽ പോലത്തെ സർജറികളെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും പേഷ്യൻറ്റ് വളരെ വേഗത്തിൽ തന്നെ തിരിച്ച് ജോലിക്ക് പോകാനും ദൈനംദിന കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാനും ഉള്ള രീതികളിൽ ഇപ്പോൾ AVN ട്രീറ്റ്മെൻ്റ് ഉണ്ട്. വാസ്കുലർ നെക്രോസിന് കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ മരുന്നുകൾ എടുക്കേണ്ടി വന്നാലും പേഷ്യൻ്റ് തിരിച്ചവരുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തായിട്ട് വരുന്നതാണ് ഹിപ്പ് ആർത്രോപ്ലാസ്റ്റി. അതിൽ തന്നെ പല ഘടകങ്ങളുണ്ട്. ഹിപ്പ് ആർത്രോപ്ലാസ്റ്റിയിൽ ഇപ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ഇംപ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് കൂടുതൽ കാലം നിലനിൽക്കുന്ന സെറാമിക് സാധനങ്ങളൊക്കെ ഇടുപ്പ് ജോയിൻ്റായി ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കൂടുതൽ കാലം അതിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈവൻ യങ് പേഷ്യൻസിനും 10-30 വർഷത്തേക്ക് ഇടുപ്പ് ജോയിൻറ്റ് എന്തെങ്കിലും ഒരു കാരണവശാൽ പല അസുഖങ്ങളുടെ കാരണം കൊണ്ടായിരിക്കും അവർ ഇടുപ്പ് ജോയിൻറ്റ് നേരെ ചൊവ്വേ ജന്മനാ തന്നെ വ്യത്യാസമുള്ള ഇടുപ്പ് ജോയിൻറ്റുകളാവും, അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം മൂലം ഇടുപ്പ് ജോയിൻറ്റ് കേടായതാവാം. അവർക്കൊക്കെ നമുക്ക് ഹിപ്പ് ആർത്രോപ്ലാസ്റ്റി ചെയ്തുകൊണ്ട് അവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്താനും, ഈവൻ സ്വിമ്മിങ് ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് വരെയുണ്ട്. അപ്പോൾ അതുപോലത്തെ രീതിയിലേക്ക് ആൾ തിരിച്ചു കൊണ്ടുപോകാൻ ഹിപ്പ് ആർത്രോപ്ലാസ്റ്റി കഴിഞ്ഞ് ഡെയിലി എക്സസൈസ് കൊണ്ട് തിരിച്ചെത്തിക്കാൻ സാധിക്കുന്നതാണ്.